കസ്റ്റഡിയിൽ വിട്ടു. വിവരങ്ങളുമായി ഗൗതം ആനന്ദനാരായണൻ ചേരുന്നു. ഗൗതം, ഭാരതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവും അതുപോലെ തന്നെ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും, ഈ രണ്ട് ആരാധനാലയങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട കൊടും ഭീകരനെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇയാൾക്ക് പാകിസ്ഥാൻ ചാരസംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ്, ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് ഈ അബ്ദുൾ റഹ്മാൻ എന്ന കൊടും ഭീകരനെ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ATS-ഉം ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയത്. ഇയാൾ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും ഒപ്പം കോടതിയിൽ നടത്തിയ കുറ്റസമ്മതത്തിലൂടെയും വ്യക്തമാകുന്നത് ഇയാളുടെ പാകിസ്ഥാൻ ബന്ധമാണ്. പാകിസ്ഥാന്റെ ചാരസംഘടന ISIക്ക് വേണ്ടി ഇയാൾ രാജ്യത്തെ ചില പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു. അതിലേറ്റവും പ്രധാനം അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രവും അതുപോലെ തന്നെ നേരത്തെ ഇസ്ലാമിക ഭീകരർ തകർക്കുകയും പിന്നീട് സർദാർ വല്ലഭഭായ് പട്ടേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച സോമനാഥ ക്ഷേത്രം, ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ സ്ഫോടനം നടത്തുക എന്നൊരു ലക്ഷ്യം ഈ അബ്ദുൾ റഹീമിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടുമ്പോൾ തന്നെ കയ്യിൽ ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയ ശേഷമാണ് ഇയാളെ കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കിയതും പിന്നീട് ഗുജറാത്ത് ATS വിശദമായി ചോദ്യം ചെയ്തതും. ഏതായാലും അയോധ്യയാണ് പ്രധാനമായി ഇയാൾ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഭീകരനെയാണ് ഇപ്പോൾ ഗുജറാത്ത് ATS-ന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും തകർക്കാൻ പദ്ധതിയിട്ട ഒരു കൊടും ഭീകരനെയാണ് ഇന്ന് ഹരിയാനയിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ ഗൗതം നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രഞ്ജി ട്രോഫി ചരിത്രത്തിലാദ്യമായി ഫൈനൽ പ്രവേശിച്ച കേരള ക്രിക്കറ്റ് ടീമിന്